ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ച് തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓക്കെ, ഇന്ന് നമുക്ക് നോക്കാം. ഡെയിലി റീഡിംഗ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ റീഡിങ് നിങ്ങളുടെ റീഡിംഗ് ആണ് നോക്കുന്നത്. അതിൻ്റെ അകത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൂടി വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാർഡ് ഷഫിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പൂർണ്ണ പ്രാർത്ഥനയും എനർജിയും കൊണ്ടുവരിക. നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് മനസ്സിൽ ഓർക്കുക. തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ തേർഡ് പാർട്ടിയുടെ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പേര് ചിന്തിക്കുക മാത്രം ചെയ്താൽ മതി. ഓക്കെ, അവരുടെ സിറ്റുവേഷനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. തേർഡ് പാർട്ടിയുടെ പേര്, നിങ്ങളുടെ പേഴ്സൻ്റെ പേര്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫേസ്. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഫസ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി, എൻ്റെ വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി, എൻ്റെ വ്യൂസിനെ പ്രതി എന്ത് കറണ്ട് ഫീലിങ്സ് ആണ് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണ് ഈ ഒരു സമയം വ്യൂസിനോടുള്ളത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ്ങിന് വേണ്ടിയിട്ട് എന്നെയും എൻ്റെ കാർഡിനെയും യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിലേക്ക് സമർപ്പിക്കുന്നു. താങ്ക് യു. ഓക്കെ, റിലേഷൻ്റെ സിറ്റുവേഷൻ എന്താണ്? ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ആണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്, കറണ്ട് ഫീലിങ്സ്. ഇപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ ഏത് അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്? എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. ഒരു കാർഡ് വീതം എടുക്കുകയാണ്, അതുകൊണ്ട് ഒരൊറ്റ എനർജി ആയിരിക്കും വരുന്നത്. റെസനേറ്റ് ആകാത്തവർ നിങ്ങൾ അടുത്ത ദിവസത്തിലേക്ക് കാത്തിരിക്കുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ ഒരു അടുത്ത സമയത്തായിട്ട് എന്താണ് ചിന്തിച്ചിരുന്നത്? ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞു പോയ പാസ്റ്റാണ്, മുമ്പ് കഴിഞ്ഞു പോയ പാസ്റ്റ്. ചില വ്യക്തികൾക്ക് ഈ ഒരു സമയം ആ എനർജി നിൽക്കുന്നതായിരിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പ്രസൻറ്റ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് പ്രസൻറ്റിൽ കൂടിയാണ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പും കടന്നു പോകുന്നത്? ഓക്കെ, നിയർ ഫ്യൂച്ചർ, പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ലോങ് ടൈം ഫ്യൂച്ചർ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ഇനി തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രം തുടർന്ന് കാണുക. നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയെയും ഇപ്പോഴുള്ള കറണ്ട് എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടിയുടെ പ്ലാൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടിയുടെ പ്ലാനിങ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് പ്ലാനിങ് ആണ് തേർഡ് പാർട്ടിക്ക് ഇപ്പോൾ ഉള്ളത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടി എന്താണ് പേടിക്കുന്നതും ചലഞ്ച് ചെയ്യുന്നതും? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടി എന്താണ് പേടിക്കുന്നതും ചലഞ്ച് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ? ഓക്കെ, തേർഡ് പാർട്ടി പഠിക്കേണ്ടതായിട്ടുള്ള ലൈഫ് ലെസൺ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടി പഠിക്കേണ്ടതായിട്ടുള്ള ലൈഫ് ലെസൺ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ഓവറോൾ എനർജി ഏസ് ഓഫ് പെൻറ്റിക്കിളാണ്. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ആദ്യം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആണ് പറയുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്. ഓക്കെ, എല്ലാം നിങ്ങളോട് ഓപ്പണായിട്ട് പറയുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ എന്തൊക്കെയാണ് ചിന്തകളെന്നൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നില്ല. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സൺ മറയ്ക്കുന്നതായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇമോഷണലായിട്ടുള്ള ഒരു കാര്യവും നിങ്ങളോടില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അത് തന്നെയാണ് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ആയിട്ട് വരുന്നതും. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സും അത് തന്നെയാണ്. ഇപ്പം കുടുംബത്തിൽ നിന്നെല്ലാം ഒന്ന് മാറി നിൽക്കുന്ന എനർജിയാണ് കാണുന്നത്. എല്ലാവർക്കും ഇത് റെസനേറ്റ് ആകത്തില്ല. അവർക്ക് ഐസൊലേഷനായിട്ട് നിൽക്കുന്നതാണ് ഈ ഒരു സമയം താല്പര്യപ്പെടുന്നത്.
ഓക്കെ, സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറി മനസ്സിലാവുന്നത്. സാമ്പത്തികത്തിനാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നത്. മെസ്സേജ് അയക്കുകയോ ചെയ്യുന്ന സമയത്ത് കുറച്ച് ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളുടെ എനർജിയാണെന്ന് നോക്കുക, കമൻറ്റ് ചെയ്യുക. റിലേഷൻ്റെ ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് ദേഷ്യമാണ്. ഓക്കെ, ചില കൺട്രോളിങ് നേച്ചറാണ് ഈ ഒരു സമയത്ത് കാണുന്നത്. വളരെ പൊട്ടിത്തെറിക്കുന്ന ആ സ്വഭാവം ചില വ്യക്തികളിൽ കാണുന്നുണ്ട്. മറ്റു ചില വ്യക്തികളിൽ ഒന്നും മിണ്ടാതെ സൈലൻ്റായി ഇരിക്കുന്ന അവസ്ഥയാണ്. അവരുടെ ജോലികളിലാണ് കൂടുതലും ശ്രദ്ധ ഇപ്പോൾ കൊടുക്കുന്നത്. ജോലിയിൽ ഒരുപാട് പ്രഷർ അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. ചില ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള വ്യക്തികളാണ്. എവിടെ ചെന്നിരുന്നാലും അധികാരത്തിന് വേണ്ടിയിട്ട് അവർ കൂടുതൽ പ്രയത്നിക്കുന്ന വ്യക്തികളാണ്. ചില രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. സ്ഥാനമാനങ്ങളിലൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. ഇപ്പം അതിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അവർ കുറച്ച് ദേഷ്യത്തോടു കൂടി അല്ലെങ്കിൽ സമയമില്ല ഒഴിവാക്കുന്ന രീതിയിലൊക്കെയാണ് പെരുമാറുന്നത്. ചില പട്ടാള ചിട്ടകൾ പോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ നേരെ കാണിക്കുന്നുണ്ട്. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, എന്നെ വിളിക്കാൻ പാടില്ല, എന്നെ കോണ്ടാക്റ്റ് ചെയ്യരുത് എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്നുണ്ട്. ദേഷ്യമാണ്. ചില സമയത്ത് എന്തിനും ഏതിനും ചെന്ന് മിണ്ടുന്ന സമയത്ത് ആ ഒരു സംസാരം അവസാനം വഴക്കിലോട്ടാണ് അവസാനിക്കുന്നത്. എത്രയൊക്കെ സ്നേഹത്തിൽ നിങ്ങൾ അടുത്ത് ചെന്നിരുന്നാലും അവർക്ക് ആ ഒരു ഫീലിങ്സ് കിട്ടുന്നില്ല. അവർ പെട്ടെന്നൊരു ഹൃദയം കല്ലുപോലെ ആക്കി തീർത്തിരിക്കുന്ന അവസ്ഥയാണ്. ഏരീസിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. റിലേഷൻഷിപ്പിൻ്റെ പൊതുവെയുള്ള എനർജി എന്ന് പറയുന്നത് 1 ഐസൊലേഷൻ, 2 വഴക്ക്, മറ്റ് ചില വ്യക്തികൾ ചില കൺട്രോളിങ് നേച്ചറോടുകൂടി ഇരിക്കുന്നു. ഓക്കെ, ദേഷ്യമാണ്, വിളിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ഭയം തോന്നുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫേസോ അല്ലെങ്കിൽ കോളോ മെസ്സേജോ ഒക്കെ നിങ്ങൾക്ക് ഭയത്തോടു കൂടി എന്താണ് ഇനി പറയുന്നത്, വഴക്ക് പറയുമോ എന്നുള്ള രീതിയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങളുടെ പേഴ്സൺ പെട്ടെന്ന് ഇപ്പം ഈ കഴിഞ്ഞു പോയ പ്രസൻറ്റിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്തകൾ എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് എന്തെങ്കിലും വഴക്കോ അടിയോ സംസാരങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിൽ നിങ്ങളുടെ റിലേഷനെ കുറിച്ച് എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എനർജിയിൽ കൂടിയാണ് ഈ അടുത്ത സമയത്തായിട്ട് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോയിരിക്കുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പ്രസൻറ്റ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പ്രസൻറ്റ് എന്താണ്? ഇപ്പോൾ ചില വ്യക്തികൾ കൂടെ ഉണ്ടെങ്കിലും അധികം ഇപ്പം നോ കോണ്ടാക്റ്റ് ആയാലും ലെസ് കോണ്ടാക്റ്റ് ആയാലും ബ്രേക്കപ്പ് ആയാലും നിങ്ങളെന്നുള്ളൊരു വ്യക്തിയിലേക്ക് ഇപ്പം ശ്രദ്ധ കൂടുതലായിട്ട് തരുന്നില്ല. ഓക്കെ, ഈ വ്യക്തിയുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ദണ്ട് കണ്ടല്ലോ, അതിലേക്കൊന്നും അവർ നോക്കുന്നില്ല. പക്ഷേ അവരുടെ ശ്രദ്ധ അവരുടെ അധികാരത്തിലേക്കാണ്. അവർ ഏത് സിറ്റുവേഷനിലാണോ, ഇപ്പോൾ കുടുംബജീവിതത്തിലേക്കോട്ട് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ അതിൽ മാത്രമാണ് ശ്രദ്ധ വയ്ക്കുന്നത്. അവർ സ്ട്രെങ്ത് എടുത്തിരിക്കുകയാണ്. പക്ഷെ നിങ്ങളെ വിട്ടുകളഞ്ഞു എന്ന് പറയുന്നില്ല, നിങ്ങളെ അവർ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെന്നുള്ളൊരു വ്യക്തി ചിലപ്പോൾ പ്രസൻറ്റിൽ അവരെ കൂടെ കാണും, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻ അവരിപ്പോഴും കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ നിങ്ങളിലേക്ക് ശ്രദ്ധ തരുന്നില്ല, നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നില്ല. നിങ്ങളെന്നുള്ളൊരു വ്യക്തി അവരുടെ ഉള്ളിൽ ഉണ്ട്. നിയർ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിയർ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, ഇതുവരെയും നിങ്ങൾ ഒരുപാട് ബേർഡനിൽ കൂടി കടക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ സമയം എന്ന് പറയുന്നത് ഇതുപോലെ ഒരുപാട് ഓവർ തിങ്കിങ്ങും വിഷമങ്ങളും കഷ്ടങ്ങളും ഭാരങ്ങളും ചുമന്നാണ് നിങ്ങൾ ഇതുവരെയും വന്നിട്ടുള്ളതെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സമയം വരും. നിങ്ങൾ ഇത്രയും ഭാരങ്ങൾ ഇറക്കി വെച്ച് നിങ്ങൾക്ക് സമാധാനം വരുന്ന സമയമാണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. കാരണം ഇവിടെ ഒരു പട്ടണം കാണാം. ഓക്കെ, ഈ വ്യക്തി ഇത്രയും ഭാരങ്ങളും ചുമന്ന് വരികയാണ്. ഇത്രയും ദൂരം വന്ന് അവർ തളർന്നിരിക്കുന്ന അവസ്ഥയാണ്. മുന്നോട്ട് ഇനി എത്ര ദൂരമുണ്ടെന്നോ അവിടെ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ടെന്നോ നിങ്ങളുടെ ഭാരം തീരാൻ പോകുന്നു എന്നോ ഈ വ്യക്തി കാണുന്നില്ല. ഈ വ്യക്തി തല കുനിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഈ ഭാരം എന്ന് അവസാനിക്കും, ഈ വിഷമങ്ങൾ എന്ന് അവസാനിക്കും എന്നുള്ള ചിന്തയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഇവിടെ അടുത്ത് തന്നെ നിങ്ങളുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ള സമയം അടുത്തിരിക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾ അതിനെക്കുറിച്ച് ഒരുപാട് ടെൻഷൻ എടുക്കണ്ട, പോസിറ്റീവായിട്ട് ചിന്തിക്കുക.
ഓക്കെ, ലോങ് ടൈം ഫ്യൂച്ചർ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ലോങ് ടൈം ഫ്യൂച്ചർ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ലോങ് ടൈം ഫ്യൂച്ചർ എന്താണ്? എന്തുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? 6 ഓഫ് സോഡാണ്. നിങ്ങൾ ഈ സിറ്റുവേഷനിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. ചില വ്യക്തികളെ വേണം, ചില വ്യക്തി ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിലും രണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ കടന്നു പോകുന്നതാണ്. 6 ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. ഒരുപാട് പെയിനുള്ള സിറ്റുവേഷനിൽ നിന്നും സമാധാനമായിട്ടുള്ള ഒരു ലൈറ്റിലേക്കാണ് നിങ്ങൾ കടന്നു പോകുന്നത്. യൂണിവേഴ്സ് ബ്ലെസ്സിങ്ങിലേക്കാണ് കടന്നു പോകുന്നത്. അപ്പോൾ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം, ഈഗോയും പ്രശ്നങ്ങളെല്ലാം അവിടെ അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ സമാധാനത്തിലേക്ക് കടന്നു പോകും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് സമാധാനത്തിലേക്ക് ചെന്നെത്തും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് ജഗ്ലിംഗ് ആണ്. മാനസികമായിട്ടുള്ള ഒരു ബലവുമില്ല, എല്ലാം തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരുടെ മനസ്സിലുള്ള ഈഗോയും പ്രശ്നങ്ങളും എല്ലാം അവസാനിച്ച് ലൈഫ് ഒരു സമാധാനത്തിൽ എത്തിച്ചേരുമെന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഓവർ തിങ്കിങ്ങും കാര്യങ്ങളെല്ലാം അവസാനിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫ്യൂച്ചറിലെ റിലേഷൻഷിപ്പിൽ വരുന്നത്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. നിങ്ങളുടെ തേർഡ് പാർട്ടിയെക്കുറിച്ചാണ് പറയുന്നത്. തേർഡ് പാർട്ടി ഇല്ലാത്ത വ്യക്തികൾ ഇത് കാണാതിരിക്കുക. തേർഡ് പാർട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം കാണുക. തേർഡ് പാർട്ടി എന്തുമാകാം. ഓക്കെ, ലവ് തേർഡ് പാർട്ടി ആകാം, ഫാമിലി, പേരൻസ്, ജോലി, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ. ഓക്കെ, നിങ്ങളുടെ റിലേഷനെ എന്താണോ തടസ്സപ്പെടുത്തുന്നത്, നിങ്ങളുമായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ സ്നേഹത്തിനും അല്ലെങ്കിൽ റിലേഷനെയും തടസ്സപ്പെടുത്തുന്നതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആണ് തേർഡ് പാർട്ടി. അപ്പോൾ ഇനി നോക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ. നിങ്ങളുടെ ഇപ്പോഴുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താണ്? ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ മദർ അല്ലെങ്കിൽ അമ്മ, ആ കുട്ടികളെ ഇൻവോൾവ് ആയിട്ടുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ ഒരുപാട് കെയറിങ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി, അമ്മയെ പോലെ കെയറിങ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് കാണുന്നത്. ഇത് മെയിലുമാകാം ഫീമെയിലുമാകാം. മെയിലാവുന്ന സമയത്ത് കുട്ടികളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പുരുഷനായിട്ട് നിങ്ങൾ എടുക്കുക. ഓക്കെ, ഇപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇമോഷനായിട്ട് ഒരു കാര്യങ്ങളുമില്ല. അവർ സ്നേഹമാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പ്രകടമായിട്ടുള്ള സ്നേഹങ്ങളൊന്നും തേർഡ് പാർട്ടിയിൽ കാണുന്നില്ല. ഇവിടെ ഇരിക്കുന്നവരുടെ കയ്യിലിരിക്കുന്ന കപ്പ് എന്ന് പറയുന്നത് അടച്ചിരിക്കുന്ന കപ്പാണ്. ചില രഹസ്യങ്ങൾ അവരുടെ ഇടയിൽ കാണുന്നുണ്ട്, പരസ്പരം പങ്കുവയ്ക്കുന്നില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംശയത്തോടു കൂടിയാണ് നോക്കുന്നത്. അവരുടെ രണ്ടുപേരുടെയും ഉള്ളിലിരിപ്പ് എന്താണെന്ന് രണ്ടുപേർക്കും മനസ്സിലാകാത്ത ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പ്ലാൻ എന്താണ്? എന്ത് പ്ലാനാണ് തേർഡ് പാർട്ടിക്ക് ഉള്ളത്? ഡബിൾ എനർജി ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ പേഴ്സണെ അട്രാക്റ്റ് ചെയ്ത് നിർത്തുക അല്ലെങ്കിൽ ബന്ധിച്ച് നിർത്തുക. ഇവിടെ ഒരു ആളിൻ്റെ കഴുത്തിൽ കൂടി ചങ്ങലയിട്ട് നിർത്തിയിരിക്കുന്നു. തേർഡ് പാർട്ടിയുടെ കൺട്രോളിങ്ങിൽ നിങ്ങളുടെ പേഴ്സണെ നിങ്ങളുടെ പേഴ്സണെ നിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ പ്ലാൻ നടക്കുന്നത്. ഓക്കെ, ഭയപ്പെടുത്തുക, മെൻ്റൽ ബ്ലാക്ക് മെയിൽ ചെയ്യുക. നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെയ്യും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും, എന്നെ വിട്ടേച്ച് പോകരുത്, എനിക്ക് ആരുമില്ല, അങ്ങനെയുള്ള ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ചില ബ്ലാക്ക് എനർജികളും കാണുന്നുണ്ട്. അവർ വിശ്വസിക്കുന്നതായ ചില സ്ഥലങ്ങളിൽ ഏത് വിശ്വാസമാണോ ആ വിശ്വാസങ്ങളിൽ ചെന്ന് ഇതുപോലെയുള്ള വ്യക്തികളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ പൂജാ കർമ്മങ്ങളൊക്കെ കാണിച്ച് നിങ്ങളുടെ പേഴ്സണെ അവരുടെ കൺട്രോളിങ്ങിൽ ആ ചങ്ങല പൊട്ടിച്ചു പോകാത്ത രീതിയിൽ ചില വ്യക്തികൾ ആക്കി വെച്ചിരിക്കുന്നു. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല, റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. ഇതാണ് പ്ലാനിങ്. ഒരു പക്ഷേ ഇത് നടന്നു കാണും, ഇല്ല എന്നുണ്ടെങ്കിൽ ഉടനെ നടക്കുന്ന കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ഇപ്പോൾ രണ്ടുപേരുടെയും ഇടയിൽ ഒരു ഇമോഷണൽ ആയിട്ടുള്ള യാതൊരു കാര്യങ്ങളും നടക്കുന്നില്ല. ഓക്കെ, പ്ലാനിങ് ആണ്. ഒരുപക്ഷെ ഈ ഒരു എനർജിയിൽ കൂടി കടന്നു കഴിഞ്ഞായിരിക്കാം അല്ലെങ്കിൽ ഉടനെ കടക്കുന്നതായിരിക്കാം. ഇത് പ്ലാനിങ് നടക്കുകയാണ്, ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം തേർഡ് പാർട്ടി എന്ത് കാര്യത്തിലാണ് ഭയപ്പെടുന്നത്. തേർഡ് പാർട്ടിയുടെ ഭയം നിങ്ങളുടെ പേഴ്സൻ്റെ അട്രാക്ഷൻ അല്ലെങ്കിൽ ശ്രദ്ധ നിങ്ങളിലേക്ക് തിരിച്ചു പോകുമോ? ഈ ഒരു കമ്പിലോട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമോ എന്നുള്ളൊരു ഭയമാണ്. തിരിച്ച് നിങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകുമോ എന്നുള്ളൊരു ഭയത്തോടു കൂടിയാണ് നിങ്ങളുടെ തേർഡ് പാർട്ടി ഇപ്പോൾ നിൽക്കുന്നത്. അതാണ് നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ ചലഞ്ചിങ്ങും അത് തന്നെയാണ്. ഓക്കെ, ഒരുപാട് സ്ഥാനങ്ങളും മാനങ്ങളും ഉള്ള വ്യക്തിയാണ്. ആ ഒരു കാരണം നല്ലൊരു ജോലി പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തി ആയിരിക്കാം. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. അധികാരങ്ങളെല്ലാം നിങ്ങളെയാണോ ഏൽപ്പിക്കുന്നത്? അധികാരങ്ങൾ നിങ്ങളിലേക്ക് വരുമോ എന്നുള്ളൊരു ഭയമാണ്. തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വരുമോ എന്നുള്ളൊരു ഭയം തേർഡ് പാർട്ടിക്ക് ഉണ്ട്. കാരണം തേർഡ് പാർട്ടിക്ക് ഇപ്പോൾ ഒരു സ്ഥാനം കൊടുത്തിരിക്കുകയാണ്.
അവരുടെ ഇപ്പം തേർഡ് പാർട്ടി പറയുന്ന വാക്കുകൾ അനുസരിക്കുക, തേർഡ് പാർട്ടിയുടെ കൺട്രോളിങ്ങിൽ നിൽക്കുക, എന്തിനും ഏതിനും തേർഡ് പാർട്ടിയോട് ചോദിക്കുക, അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നിൽക്കുന്ന വ്യക്തി ഇനി നിങ്ങളിലേക്ക് അങ്ങനെ ശ്രദ്ധ വയ്ക്കുമോ എന്നുള്ളൊരു പേടിയും അതിനെ ചലഞ്ച് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അടുത്ത നോക്കാം. നിങ്ങളുടെ തേർഡ് പാർട്ടി ഈ ലൈഫ് ലെസണിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? നൈറ്റ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. കിങ് ഓഫ് സോഡാണ്. മറ്റുള്ളവരെ അധികാരപ്പെടുത്തുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെ കൺട്രോളിങ്ങിൽ നിർത്തുക എന്നുള്ളത് കിങ് ഓഫ് സോഡ്. 3 ഓഫ് വാൺസ്, നൈറ്റ് ഓഫ് സോഡ്. ഓക്കെ, മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുക, മറ്റുള്ളവരുടെ ലൈഫിലേക്ക് ഇടിച്ചു കയറുക. നൈറ്റ് ഓഫ് സോഡ് കാണിക്കുന്നത് മറ്റുള്ളവരുടെ ലൈഫിലേക്ക് ഇടിച്ചു കയറുക, മറ്റുള്ളവരുടെ ലൈഫിൽ പ്ലാനിങ് ചെയ്ത് കടന്നു കയറുക, മറ്റുള്ളവരെ നിയന്ത്രിക്കുക എന്നുള്ളതൊക്കെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അത് അവരുടെ ലൈഫിലേക്ക് തന്നെ തിരിച്ചു വരും. എന്താണോ അവർ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് കാണിച്ചു കൂട്ടിയത് അത് അവരുടെ ലൈഫിലേക്ക് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, സമാധാനമില്ലാത്ത അവസ്ഥയിലേക്ക് കടന്നു പോകും. അപ്പം ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. റിലേഷൻഷിപ്പ് ബേസ് ചെയ്ത്, തേർഡ് പാർട്ടിയെ ബേസ് ചെയ്തുള്ള എനർജി ഇതാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇന്ന് റെസനേറ്റ് ആയിട്ടില്ലെങ്കിൽ അടുത്ത എനർജി, അടുത്ത നാളെ ഇടുന്ന എനർജി നിങ്ങൾക്ക് റെസനേറ്റ് ആകണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ ഏറ്റവും അടുത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. ഓക്കെ, ഇനി നിങ്ങളുടെ എനർജി നോക്കാം. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്. തൊണ്ട മറ്റുള്ളവർക്ക് സമാധാനം. എൻ്റെ ഈ ചിലച്ചിലാണ് മറ്റുള്ളവരുടെ സമാധാനം. നിങ്ങളുടെ എനർജി പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്. എന്താണ് നിങ്ങളുടെ എനർജി? പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്. എന്താണ് നിങ്ങളുടെ എനർജി? ഏറ്റവും കറക്റ്റായിട്ടുള്ള എനർജിക്ക് വേണ്ടിയിട്ട് എൻ്റെ കാർഡിനെയും എന്നെയും ഞാൻ യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കുന്നു. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ്ങിന് വേണ്ടി സമർപ്പിക്കുന്നു. താങ്ക് യു. എക്സ്ട്രാ എനർജി എല്ലാം ഇതിൽ നിന്ന് റിമൂവ് ആയതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. എല്ലാ നെഗറ്റീവ് എനർജികളും റിമൂവ് ആയതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ, നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കുക. നിങ്ങളുടെ കറക്റ്റ് റീഡിംഗ് ലഭിക്കുന്നതിന് പ്രാർത്ഥനയോടെ ഇരിക്കുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ്, ഇപ്പോൾ നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് എന്താണ്? ഓക്കെ, അപ്പം റിലേഷൻ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ റിലേഷൻ്റെ സിറ്റുവേഷൻ നിങ്ങളുടെ മനസ്സിലാണേ. അയ്യോ, സിറ്റുവേഷൻ രണ്ടുപേർക്കും ഒരുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അവിടെയും ഈ സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണ് വന്നിരിക്കുന്നത്. റീസെൻറ്റ് സിറ്റുവേഷനാണ് നിങ്ങളുടെ പേഴ്സണ് അത് വന്നിരിക്കുന്നത്. പക്ഷേ സിറ്റുവേഷനിൽ എംബ്രറാണ് വന്നിരിക്കുന്നത്, ദേഷ്യമായിരുന്നു. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളുടെയും മിററിംഗ് ആണ് നടക്കുന്നത്. നിങ്ങൾ റീസെൻറ്റ് പാസ്റ്റിൽ എന്താണ് ചിന്തിച്ചത്? നിങ്ങൾ ചിന്തിച്ച കാര്യമാണ് റീസെൻറ്റ് പാസ്റ്റിൽ. ഓക്കെ, അടുത്തത് നിങ്ങളുടെ പ്രസൻറ്റ് എന്താണ്? പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പ്രസൻ്റ് ആണ്. നിങ്ങളുടെ പ്രസൻറ്റ് ഇതുണ്ട്. പല വ്യക്തികളും മൂവ് ഓൺ ചെയ്തിട്ടും പെയിൻഫുൾ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, നിയർ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നിയർ ഫ്യൂച്ചറിൽ. ഓക്കെ, ലോങ് ഫ്യൂച്ചറിൽ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്? ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് ഇഷ്ടമാണോ? പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്. ആത്മാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ നിങ്ങളുടെ പേഴ്സൺ? പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്. ആത്മാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ മനസ്സിലുണ്ടോ? ഓക്കെ, 2 കാർഡ് എടുക്കുകയാണ്. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ, മനസ്സിലുണ്ടോ എന്നുള്ളതിന് 2 കാർഡ് എടുക്കുകയാണ്. 1, 2. സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ സെലക്ട് ചെയ്യുക. പിന്നീട് നോക്കാം. ചലഞ്ചും നിങ്ങളുടെ 5ഉം ചലഞ്ചിങ്ങും എന്താണ്? പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്. പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ ലൈഫ് ലെസൺ എന്താണ്? നിങ്ങൾ ഈ ജീവിതത്തിൽ പഠിക്കേണ്ട പാഠം എന്താണ് ഇന്നേ ദിവസം? പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്. ഇന്നേ ദിവസം നിങ്ങൾ ലൈഫിൽ പഠിക്കേണ്ട പാഠം എന്താണ്? പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്. ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് സ്ട്രെങ്തിൻ്റെ കാർഡാണ്.
നിങ്ങൾ മാനസിക ധൈര്യം നിങ്ങൾ വിട്ടുകളയരുത്. നിങ്ങളുടെ ആ ഒരു മാനസിക ധൈര്യമാണ് നിങ്ങളെ നിലനിൽപ്പിന് കാരണം. ഇപ്പം വന്നിരിക്കുന്ന ഏത് പ്രതിസന്ധിയിലാണെങ്കിലും നിങ്ങൾക്ക് മാനസിക ധൈര്യം ഇല്ലെങ്കിൽ ഡെവിള് നിങ്ങളെ അപഹരിക്കും. ഇപ്പം നിങ്ങളുടെ മാനസിക ധൈര്യം ഉള്ളത് കൊണ്ട് ഡെവിള് നിങ്ങളെ ഭയന്ന് ദൂരോട്ട് മാറി നിൽക്കുകയാണ്. നിങ്ങൾ ഒന്ന് തളർന്നു കഴിഞ്ഞാൽ ഡെവിള് നിങ്ങളെ തകർക്കും. ഇപ്പം നിങ്ങൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ ബലം കൊണ്ടാണ്. ഓക്കെ, യൂണിവേഴ്സൽ ബ്ലെസ്സിങ് ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, ഇതുപോലെ തന്നെ കുറച്ചുകൂടി സ്ട്രെങ്ത് എടുക്കാൻ ശ്രമിക്കുക. വേദനകളുണ്ട്. 10 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ഒരുപാട് വേദനകളുണ്ട്. ഓക്കെ, അതിൽ നിന്നൊക്കെ മൂവ് ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓവർ തിങ്കിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് സിറ്റുവേഷൻ നോക്കാം. നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് എന്താണ്? ഡെത്തിൻ്റെ കാർഡാണ് ആദ്യം വന്നിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് റിലേഷൻ അവസാനിച്ചോ, പൂർണ്ണമായും തകർന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എങ്കിലും ഒരു ചെറിയ പ്രകാശം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ട്. ഇവിടെ ഒരു സണ്ണിൻ്റെ കാർഡ് നിങ്ങൾക്ക് കാണാം. ആ ഒരു കാർഡ് എന്ന് പറയുന്നത് എല്ലാം അവസാനിച്ചു, ഇനി ഒരു ചെറിയൊരു തീപ്പൊരി പോലെ തീപ്പൊരി പോലെ നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് ഉയർന്നു വരികയാണ്. ഓക്കെ, ന്യൂ ബിഗിനിങ് ഉണ്ടാകും. അതാണ് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ്. റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്താണ്. ഓക്കെ, സിറ്റുവേഷൻ എന്താണ്? റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് തങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അടിയും വഴക്കുമാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ വഴക്കിടുമോ എന്നുള്ളൊരു ഭയം കൂടി നിങ്ങൾക്ക് ഉണ്ട്. ഓക്കെ, ഒരുപാട് ആൾക്കാർ അവിടെ കമ്പെല്ലാം പിടിച്ച് നിൽക്കുന്നുണ്ടാവും. അപ്പം ഇത് അടി കൂടുന്നതിൻ്റെ ഒരു ഭയമാണ്, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട്, ഓവർ തിങ്കിങ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, റിലേഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇനി ആരെങ്കിലും ലൈഫിലുണ്ടോ അതൊരു കോൺഫ്ലിക്റ്റ് ആയിട്ട് മനസ്സിൽ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇനി എന്തായിരിക്കും വഴക്കിടാൻ പോകുന്നത്, എന്ത് ചോദ്യമാണ്, എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അടി ഉണ്ടാക്കുമോ, വിഷമം ഉണ്ടാകുമോ, ഇതെന്നേക്കുമായിട്ട് അവസാനിച്ച് പോയോ എന്നൊക്കെയുള്ള കോൺഫ്ലിക്റ്റ് ആണ് നിങ്ങളുടെ മനസ്സിൽ റിലേഷൻ സിറ്റുവേഷനായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഈ അടുത്ത സമയത്തായിട്ട് നിങ്ങൾ ചിന്തിച്ച കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രയോറിറ്റി ഇല്ല ലൈഫിൽ. ഓക്കെ, ഇത് നോക്കുക. ഒരുപാട് പെൻഡിക്കിൾ ഇവിടെ ഉണ്ട്. ആ ഒരു പെൻഡിക്കിളിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയാണ്. നിങ്ങളുടെ പേഴ്സണ് പ്രയോറിറ്റി ലിസ്റ്റിലുള്ളതിനെല്ലാം എടുത്ത് മുകളിലോട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പെൻഡിക്കിളിനെ മാറ്റിയിട്ടിരിക്കുന്നു. അപ്പം നിങ്ങളുടെ വിചാരം നിങ്ങൾക്ക് അവരുടെ ലൈഫിൽ യാതൊരു പ്രയോറിറ്റിയും ഇല്ല, നിങ്ങളെ ഒഴിവാക്കിയിട്ടിരിക്കുന്നു എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങൾക്ക് ഈ അടുത്ത സമയത്തായിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ സാമ്പത്തികത്തിന് വേണ്ടിയിട്ടാണ് കൂടുതലും ശ്രദ്ധ വയ്ക്കുന്നത്. ഇമോഷണലായിട്ട് നിങ്ങളോട് യാതൊരു ശ്രദ്ധയും ഇല്ല എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങളുടെ പ്രസൻറ്റ് എന്താണ്? ഇപ്പോൾ ഒരുപാട് സാമ്പത്തികമായിട്ടാണെങ്കിലും ശരി, മാനസികമായിട്ടാണെങ്കിലും റിലേഷൻഷിപ്പായിട്ടാണെങ്കിലും ഈ ഒരു 10 ഓഫ് സോഡിൻ്റെ എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ചില അസുഖങ്ങളെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്, ചില റിലേഷനെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്, ചില വ്യക്തികളെ നിങ്ങളിൽ നിന്ന് പിറകിൽ നിന്ന് കുത്തുമോ, നിങ്ങളെ ചതിക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ നിങ്ങൾ ഭയപ്പെടുന്നു. ആരും സഹായിക്കാനില്ലാതെ നിങ്ങൾ കിടക്കുന്ന അവസ്ഥയാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത്. ഓക്കെ, ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ അന്ധകാരമായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചെറിയ പ്രതീക്ഷ നിങ്ങളുടെ മനസ്സിലുണ്ട്. ഈ കറുത്ത എനർജിയല്ല, ഈ കറുത്ത കളറെല്ലാം മാറിയിട്ട് താഴെ ഒരു സൂര്യൻ്റെ ഇത് വരുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ചെറിയൊരു പ്രതീക്ഷ, എത്ര പെയിൻ സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളുടെ ഉള്ളിലൊരു പ്രതീക്ഷ വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു നിങ്ങളെ സ്പിരിച്വലാണ് ഈ കാണിക്കുന്നത്. ഇതെല്ലാം നിങ്ങളുടെ ദേഷ്യം, വേദന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണിക്കുന്നത്. അതെല്ലാം നിങ്ങൾക്ക് അവസാനിച്ചിരിക്കുന്നു. ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പിരിച്വലായിട്ടുള്ള നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ വീണ്ടും, ഇത് ഹെറോഫൻറ്റിൻ്റെ മുദ്രയാണ്. ആ മുദ്രയാണ് ദൈവത്തിൻ്റെ സപ്പോർട്ടിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ദൈവവിശ്വാസത്തിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഞാൻ അതിജീവിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, ഇത് മൊത്തം, ഈ വാള് മൊത്തവും തറച്ചിരിക്കുന്നത് സ്പൈനൽ, നമ്മുടെ നട്ടെല്ലിലാണ്. അപ്പോൾ അനങ്ങാൻ പോലും വയ്യാത്ത, റിലേഷൻഷിപ്പ് ബേസിലാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും അനങ്ങാൻ പോലും വയ്യാത്ത അവസ്ഥയാണ്. ഓക്കെ, ഈ ഒരു ഇതാണ് നിങ്ങൾക്ക് പ്രസൻറ്റിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. നിയർ ഫ്യൂച്ചറിൽ എന്താണ്? പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. നിയർ ഫ്യൂച്ചറിൽ എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്? ഇപ്പം മറ്റ് തേർഡ് പാർട്ടികളുടെ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബന്ധുക്കളുടെ ആകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളുടെ ആകാം, സുഹൃത്തുക്കളുടെ ആകാം, കേൾക്കുന്നുണ്ടെങ്കിൽ ആ കേൾവിയെല്ലാം സ്റ്റോപ്പ് ചെയ്ത് സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നതായിരിക്കും. 7 ഓഫ് കപ്പ് നിങ്ങളെ കാണാൻ വരും. ഓക്കെ, എത്രയും പെട്ടെന്ന് നിങ്ങളെ കാണാൻ വരും. ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഒന്ന് വഴക്കിടാനാണെങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ഫേസ് ചെയ്യും.
ഒരു പക്ഷേ കോടതിയിലായിരിക്കാം, നിങ്ങൾ കോടതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ കോടതിയിലായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണാൻ ആഗ്രഹിച്ച് നിങ്ങളുടെ പേഴ്സൺ വരും. ഓക്കെ, പ്ലാൻ ചെയ്യുന്നുണ്ട്, നിങ്ങളെ കാണണമെന്നും. 7 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അവർക്ക് ഒരുപാട് ഓപ്ഷനുകളുണ്ട്, ഓവർ തിങ്കിങ് ഉണ്ട്. ആ ഒരു ഓവർ തിങ്കിങ് എല്ലാം മാറി അത് ഓക്കെ, നിങ്ങൾക്ക് കുറേ ഓവർ തിങ്കിങ് ഉണ്ട്. എന്താണ് ഏതാണ് എന്നുള്ള കാര്യത്തിൽ ഓവർ തിങ്കിങ് ആണ്. ഏത് സെലക്ട് ചെയ്യണം, ഞാൻ എന്താ ചെയ്യേണ്ടത്. ചിലപ്പോൾ ഒന്നിലധികം വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റിലേഷൻ ഉണ്ടെങ്കിൽ, ഫ്രണ്ട്സ് ആവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ, ഹസ്ബൻഡോ, ചിലപ്പോൾ നിങ്ങളുടെ റിലേഷനിൽ മറ്റേതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾക്ക് 2 മനസ്സോട് കൂടി ഇരിക്കുകയാണ്. ആരെ സെലക്ട് ചെയ്യണം, എവിടെയാണ് നിങ്ങൾക്ക് സമാധാനം ലഭിക്കേണ്ടത്. 7 ഓഫ് കപ്പ് ആകുമ്പോഴത്തേക്ക് ഒരുപാട് ഇലൂഷനിൽ നിൽക്കുകയാണ്. ഒന്ന് സെലക്ട് ചെയ്യാൻ കഴിയാതെ ഏതാണ് നല്ലതാണ് ചീത്തതാണെന്നൊന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. എല്ലാം കപ്പാണ്. ആ കപ്പിൽ പാമ്പാണോ ഒളിച്ചിരിക്കുന്നത്, അതോ സ്നേഹമാണോ വിശ്വാസമാണോ എന്നൊന്നും നിങ്ങൾക്ക് അറിയാൻ കഴിയാത്ത കൺഫ്യൂഷനിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ആ ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെല്ലാം ഒരു അവസാനം സംഭവിക്കും. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യും, നിങ്ങളൊന്നിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഫ്യൂച്ചറിൽ ഈ കൺഫ്യൂഷനെ നിങ്ങൾക്ക് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, ഓവർ തിങ്കിങ് ഒഴിവാക്കുക, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. അടുത്തത് ലോങ് ടൈം ഫ്യൂച്ചർ നിങ്ങൾക്ക് എന്താണ് എന്നുള്ളതാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ലോങ് ടൈം ഫ്യൂച്ചറിൽ എന്തുകൊണ്ടാണ് ഇവിടെ പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? 2 കാർഡ് വന്നു. 2 ഓഫ് വാൻസ്. ഒരു യാത്രയാണ് കാണുന്നത്. മുന്നോട്ടുള്ള ജീവിതം എന്താണെന്നോ അല്ലെങ്കിൽ എങ്ങനെ കടന്നു പോകുന്നു എന്നറിയാതെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. സാമ്പത്തികത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി തന്നെ, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റമാണ് വരുന്നത്. 2 ഓഫ് വാൻസ് ആണ്. ഒരു യാത്ര വരുന്നുണ്ട്. മുന്നോട്ട് പോകാൻ കഴിയാതെ റിലേഷൻഷിപ്പ് സ്റ്റക്കായി നിൽക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്നോ, മുന്നോട്ട് ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ കഴിയാതെ ഒരുപാട് ബേർഡൻ 10 ഓഫ് വാൻസിൻ്റെത് അനുഭവിക്കുന്നുണ്ടോ, അതിന് മുകളിലായിട്ട് ഒരു യാത്ര നിങ്ങൾക്ക് വരികയാണ്. അപ്പോൾ ഇനി മുന്നോട്ട് നിങ്ങളുടെ ലൈഫിൽ സാമ്പത്തിക പുരോഗതി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു പുരോഗതി ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. ഓക്കെ, ഫ്യൂച്ചറിലാണ്. നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നല്ലത് നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതലായിട്ട് വരും, അട്രാക്റ്റ് ആയിട്ട് വരും. ഓക്കെ, നല്ല കർമ്മങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സമർപ്പിക്കുക. താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങളെ ഇഷ്ടമാണോ? യൂണിവേഴ്സിനോട് ചോദിക്കുകയാണ്, നിങ്ങളെ ഇഷ്ടമാണോ അല്ലെങ്കിൽ നിങ്ങളെ ഓർക്കുന്നുണ്ടോ? 2 കാർഡാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ്. അപ്പോൾ ഇതിലൊരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഫസ്റ്റ്, നിങ്ങളുമായിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ഓർക്കുന്നുണ്ട്. 2 കാർഡിലും ഓർക്കുന്നുണ്ട്. ഓക്കെ, ഒരു കാർഡിൽ നിങ്ങളുമായിട്ട് ഒരുപാട് സ്നേഹത്തോടു കൂടി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. ഫസ്റ്റ് കാർഡ്. സെക്കൻഡ് കാർഡ്, നിങ്ങളിലേക്ക് എത്തണം, നിങ്ങളെ കാണണം, മെസ്സേജ് അയക്കണം, നിങ്ങളുടെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. അത് എത്രയും പെട്ടെന്ന് തന്നെ സംഭവിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെ ഇഷ്ടമാണ്, കാർഡ് സെലക്ട് ചെയ്തതുപോലെ നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. 2 കാർഡിൽ ഒന്ന് ആക്ഷൻ കാർഡാണ്, ഒന്ന് ഒരുപാട് സ്നേഹവും കെയറിങ്ങും എൻജോയ് ചെയ്ത കാര്യങ്ങളൊക്കെ അവർ ഓർക്കുന്നുണ്ട്, നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്നാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങൾ എന്താണ് ഭയപ്പെടുന്നത്? നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് ചലഞ്ചിങ്ങും ഭയവുമായിട്ട് നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്നത്? നിങ്ങളൊരു 4 ചുവരിൻ്റെ അകത്ത് ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ചിലപ്പോൾ നിങ്ങൾ പുറത്തിറങ്ങി നടക്കുന്നുണ്ടായിരിക്കും. ഇപ്പം ഞാൻ ഈ 4 ചുവരെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അത് ആ ഒരു മീനിങ്ങിൽ എടുക്കരുത്. നിങ്ങളുടെ മാനസികമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മനസ്സ് 4 ചുവരിൻ്റെ അകത്താണ് എന്നുള്ള ചിന്തയാണ്. ഓക്കെ, എത്രയൊക്കെ സന്തോഷങ്ങൾ നിങ്ങളെ കൂടെയുള്ളവർ കാണിച്ചിരുന്നാലും അല്ലെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചിരുന്നാലും നിങ്ങളുടെ മനസ്സ് സന്തോഷിക്കുന്നില്ല. നിങ്ങൾക്ക് ഭയമാണ്. ഇനി എന്താണ് അടുത്തത് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്? മുന്നോട്ട് ഒരു സ്റ്റെപ്പ് പോലും ചെയ്യാൻ കഴിയാതെ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ കിടക്കാൻ നേരത്തൊക്കെ നിങ്ങളുടെ മനസ്സ് നോവുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഓക്കെ, യൂണിവേഴ്സ് ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് വരും. പക്ഷേ എന്തൊക്കെയോ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്. മാനസിക ധൈര്യം നിങ്ങൾക്ക് ഒട്ടും ഇല്ല. അപ്പോൾ ഇനി ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഭയം, ചലഞ്ച് ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങളൊരു കംഫോർട്ട് സോണിലാണ്. ആ കംഫോർട്ട് സോണിനെ പൊട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നെ കൊണ്ട് ഇത്രേ പറ്റൂ, എനിക്ക് രക്ഷ ഉണ്ടാകത്തില്ല എന്നുള്ള ഒരു ചിന്ത, നിങ്ങൾ ആ വലയത്തിൻ്റെ അകത്താണ് നിങ്ങൾ കിടക്കുന്നത്. ആ കംഫോർട്ട് സോണിനെ പൊട്ടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ,
അപ്പം ഈ കാര്യങ്ങളാണ് നിങ്ങളെ ചലഞ്ച് ചെയ്യേണ്ടത്. ആ കംഫർട്ട് സോണിൽ നിന്ന് എങ്ങനെ പുറത്ത് വരണം, പക്ഷെ സാധിക്കുന്നില്ല. ആ ഒരു ചലഞ്ച് നിങ്ങൾക്കുണ്ട്. ഭയം, നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയാൽ ഒറ്റപ്പെട്ടു പോകുമോ, ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ, എൻ്റെ അവസാനം എങ്ങനെ ആയിരിക്കും, എന്നോട് കൂട്ടാരും ഇല്ലാണ്ടാകുമോ എന്നുള്ള ഒരു ചിന്തയും നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കുള്ള ലൈഫ് ലെസൺ എന്ന് പറയുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവനവൻ്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കുക. നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണെങ്കിലും ആ സിറ്റുവേഷനിൽ നിങ്ങൾ സന്തോഷത്തെ കണ്ടെത്തുക. നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ഉയർച്ചയിലേക്കും ഗ്രോത്തിലേക്കും നിങ്ങൾ നോക്കുക. ഓക്കെ, എങ്ങനെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് ഗ്രാഫ് ഉയർത്താം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ കഷ്ടങ്ങളും നഷ്ടങ്ങളും ലൈഫിൽ ഓരോ വ്യക്തികൾ ഓരോന്ന് തന്നതിനെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നത് മാറ്റുക, അതിൻ്റെ സൈഡിൽ കളയുക. ഓക്കെ, അത് വരുന്ന സമയത്ത് വരട്ടെ, വരുമ്പോൾ നോക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കുക. ഓക്കെ, പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് ആൻസ് വന്നിരിക്കുന്നത്? രണ്ട് കാർഡാണ്. ഓക്കെ, നൈറ്റ് ഓഫ് ഓക്കെ, 6 ഓഫ് പെൻറ്റിക്കിൾ ആണ് വന്നിരിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുക, ഗ്രോത്ത് കൊണ്ടുവരിക ലൈഫിലേക്ക്. യൂണിവേഴ്സ് പറയുന്നു, പ്രകൃതിയിലേക്ക് ഇറങ്ങുക, പ്രകൃതിക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, അതിൽ സന്തോഷം കണ്ടെത്തുക. ഓക്കെ, ചെടികൾ നട്ട് നനയ്ക്കുക. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് എത്രത്തോളം നിങ്ങളുടെ കൂടെ നിൽക്കാവോ നിങ്ങൾ മനസ്സറിഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾ, അത് എന്ത് കാര്യം ചെയ്തിരുന്നാലും അത് അർഹതപ്പെട്ടവരുടെ കയ്യിലേക്കാണോ പോകുന്നത് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ചിലപ്പോൾ നിങ്ങൾക്ക് ദയ തോന്നിയിട്ട് നിങ്ങൾ അവർക്ക് എന്തെങ്കിലും ഒക്കെ അങ്ങ് കൊടുത്തോണ്ടിരിക്കും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അത് അർഹതപ്പെട്ട കൈയാണോ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് വരുന്നുണ്ട്, എടുത്തു ചാട്ടം പാടില്ല. ഓക്കെ, വളരെ സ്പീഡിന് ഒരു കാര്യങ്ങളിലേക്കും കടന്നു പോകാതിരിക്കുക. നിങ്ങൾ സ്പീഡ് കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. ലൈഫിൽ ഒരു ഗ്രോത്ത് വരുന്നതായിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 8, 3, 8 ആവർത്തിച്ചു, 10 വന്നിട്ടുണ്ട്, 2, 7, 3, 12, 3 ആവർത്തിച്ച് വന്നിട്ടുണ്ട്, 5, 13, 4, ഓക്കെ 6. എല്ലാ രാശികളും ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ രാശി മേടം മുതൽ മീനം വരെയുള്ള എല്ലാ രാശികളും ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആകും. ഇനി നമുക്ക് ക്ലൂസും കൂടി എടുക്കാം. എഴുതിയിട്ടിരിക്കുന്ന ക്ലൂസാണ്. അത് നിങ്ങളുടെ മാനസിക ബലം വർദ്ധിപ്പിക്കുന്നതിനും പോസിറ്റീവായിട്ട് കിട്ടുന്നതിനും വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. അതിൽ ക്ലൂസ് നിങ്ങളുടെ പേര് വന്നില്ല എങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായിട്ടുള്ള ക്ലൂസ് വന്നില്ല എങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നോ എന്ന് നോക്കിയാൽ മതി. ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, പ്രാർത്ഥനയോട് ഇരിക്കുക. നാളെ നിങ്ങളുടെ റീഡിങ് ആവുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോ ദിവസവും എടുക്കുന്ന എനർജി ഓരോ വ്യക്തികളിലേക്ക് കടന്നു പോകും. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ റിപ്പീറ്റ് ആയിട്ട് വരും. അത് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് പോലെ ഇരിക്കും. ഓക്കെ, ക്ലൂസ് നോക്കാം. കൂളിംഗ് ഗ്ലാസ്, പി എന്ന് പറയുന്ന ലെറ്റർ, ചോതി 15. കൂളിംഗ് ഗ്ലാസ് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഫേവറേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിരിക്കാം. ഓക്കെ, വെള്ള ഹാൻഡ് ബാഗ്, എക്സ് എന്ന് പറയുന്ന ലെറ്റർ, അനിഴം 13. ഇൻസ്റ്റഗ്രാം വഴി നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികളായിരിക്കാം. ഇൻസ്റ്റഗ്രാം, ഇസഡ് ലെറ്റർ, മകീരം 5 എന്ന് പറയുമ്പോഴത്തേക്ക് 5 മാസവും കൂടി എടുക്കുക. റെഡ് ഷൂസ് ആൻഡ് ചെപ്പൽ എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സണോ ഫേവറേറ്റ് ആയിട്ട് ഉണ്ടായിരിക്കാം. വർക്ക്ഷോപ്പ് 8, 11, 13. ഹോസ്പിറ്റൽ, ബാർബർ ഷോപ്പ്, MA BEd, ഹോട്ടൽ. മെസ്സേജ്, ഇന്ന് നിങ്ങൾക്ക് മെസ്സേജ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, എ എന്ന് പറയുന്ന ലെറ്റർ, അശ്വതി. സെക്സ് റിലേഷൻ, ലോങ് ഹെയർ, SVR. ഫോൺ നമ്പർ ലാസ്റ്റ് 4. ധനു, ടെലിപ്പതി സന്ദേശം, അങ്ങോട്ടും ഇങ്ങോട്ടും ടെലിപ്പതി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കാം. ടെലിപ്പതിയെക്കുറിച്ച് അറിയാത്തവർ കമൻറ്റ് ചെയ്യുക, പറയാം. SPN, പാലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലികൾ. 1982, ബാങ്കുമായിട്ട് ഉണ്ടായിരിക്കാം. 1991, 92. കോൾ, ഇന്ന ദിവസം നിങ്ങൾക്ക് കാൾ വരാനുള്ള സാധ്യതയുണ്ട്.
ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഗോൾഡ് കൊടുക്കുകയോ ഗിഫ്റ്റ് കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഹോസ്റ്റൽ, എച്ച് എന്ന് പറയുന്ന ലെറ്റർ, ആംബുലൻസ്, മാർച്ച്, 29, നഴ്സ് വീണ്ടും വന്നിട്ടുണ്ട്. എഫ് എന്ന് പറയുന്ന ലെറ്റർ, ചിത്തിര. ഫോൺ നമ്പറിൽ അവസാനം 24, ഉത്തരം 1984, എൽ, മകം, 9 നമ്പർ. അപ്പം നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി. ഓക്കെ, താങ്ക് യു. നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.